ഡിയർ ഫ്രണ്ട്സ്, ഈ വേനൽക്കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി മീഡിയം സൈസിലുള്ള ഒരു 3 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മാങ്ങയ്ക്ക് അധികം നാരില്ലാത്ത ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി ഒരു മാങ്ങയുടെ ചെറിയ പീസ് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഞാൻ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ അരിഞ്ഞിരിക്കുന്ന മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. മിക്സിയുടെ ജാറാണെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിനകത്ത് നന്നായിട്ടൊന്ന് ജാറൊന്ന് തുടച്ചതിന് ശേഷം ആ മാങ്ങ നമ്മൾ ഈ ജാറിലേക്ക് ആക്കി ഒന്ന് അരച്ചെടുക്കും. ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മളൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് മുഴുത്ത സ്പൂൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 സ്പൂൺ ഇടുന്നുള്ളൂ. ഇപ്പം നമ്മുടെ പഞ്ചസാര ഏകദേശം അലുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ച ആ മാങ്ങാ കഷ്ണം ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരക്കകത്തേക്ക് ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അതൊരു ഫ്രീസറിൽ ഒരു അരമണിക്കൂർ തണുക്കാൻ വെക്കേണ്ടതാണ്. ആ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച ആ മാങ്ങയുടെ പൾപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഒഴിക്കുകയാണ്. എല്ലാം തൂത്തെടുക്കണം, വെള്ളമൊന്നും ചേർക്കരുത്. ഈ പാനിൽ വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് പോലെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കണം. കാരണം ഇതിനകത്ത് വെള്ളമൊന്നും ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ നിറത്തിലേക്ക് എത്തും. ഇതിപ്പോൾ ഏകദേശം മാങ്ങ ഒരു ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടിയത്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി പെട്ടെന്ന് തണുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റിയാൽ മതി. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച മാംഗോയാണിത്. ഇത് നമ്മൾ ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കണം. അതിന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് നമ്മളൊരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കേണ്ടതാണ്. ഇത് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി വെച്ചാൽ മതി. അത് കുറേശ്ശെ വേണം മാംഗോ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാൻ. അത് ഇളക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കുക. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ ക്യൂബ്സും കൂടെ ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലായിടത്തും ഒന്ന് എത്തക്കത്ത രീതിയിൽ. ഇത്രയും മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിക്കുക. നന്നായിട്ട് തൂത്തൊഴിക്കുക. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം നന്നായി അടച്ച് ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിനകത്തേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ആ മാങ്ങാ കഷ്ണമൊക്കെ വെച്ചതൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ നല്ല കടിക്കാൻ പാകത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.